ഒരു വീട്ടിൽ വന്ന മര്യാദ മര്യാദ നോക്കി മനുഷ്യനെ കൊല്ലാൻ വെച്ചിരിക്കുന്ന സുറ്റ. ഇനി എത്തിയോ? അന്തനെ കാണാനില്ല. അന്തൻ അവന്റെ അരുവിക്കരയുള്ള വീട്ടിലേക്ക് പോയിരിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ നിന്റെ അമ്മാവൻ ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞു പോയിട്ട് എന്തായി? എന്നിട്ട് ഈ വീട്ടിൽ കാലുകുത്താൻ ഹരിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇപ്പോഴും ധൈര്യം ഉണ്ടായിട്ടല്ല അമ്മായി. അതെ, കരുണേട്ടനെയും അവര് തട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴെങ്കിലും അമ്മാവനെ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളല്ലെന്ന് അമ്മായിക്ക് ബോധ്യമായല്ലോ. അടുത്തിനി അവരാരാണോ തട്ടിക്കൊണ്ടുപോകാൻ പോണേ. അവരെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റുമോ മോനെ? ഹലോ, രണ്ടാമത്തെ തവണയാണ് ഞാൻ വിളിക്കുന്നത്. കരീംബായി 3 തവണയെ ഒരാളെ വിളിക്കാറുള്ളൂ. അത് അവസാനത്തെ വിളിയായിരിക്കും. പറഞ്ഞ തുക, അതായത് 5 ലക്ഷം ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തിക്കാൻ വേണ്ടി രാത്രി ഒരിക്കൽ കൂടി വിളിക്കും. അനിയത്തിക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ ഡാഡി വീട്ടിലേക്ക് തിരിച്ചു വരലുണ്ടാവില്ല. എന്താ മോളെ, ആരാ വിളിച്ചത്? ആരാണ് വിളിച്ചതെന്ന്? അയാള് തന്നെ. കാശ് കൊടുത്തില്ലെങ്കിൽ അച്ഛനെ തിരിച്ചു കിട്ടില്ലെന്ന്. ഒന്നും മോള് കരയാതിരിക്കും. അച്ഛനേക്കാൾ വലുതല്ലല്ലോ പൈസ. ഇനി അയാൾ ഫോൺ ചെയ്യുകയാണെങ്കിലേ കൊടുക്കാന്ന് പറ. എന്ത് മണ്ടത്തിലാണ് അമ്മായി പറയുന്നത്? 5 പൈസ ചെലവാക്കാതെ അമ്മാവനെ ഞങ്ങൾ ഇവിടെ കൊണ്ടെത്തിക്കാം. അതെ, ഹരി പറയുന്നത് വളരെ കറക്റ്റ്. അമ്മാവനെ രക്ഷിക്കാൻ കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്തിനും തയ്യാറായിട്ട് ഞങ്ങൾ കണ്ടുവരില്ല ഇവിടെ. അങ്ങനെ എന്തിനും തയ്യാറാവണ്ട. ഇത്രയും നാൾ ഒന്നും ചെയ്തില്ലല്ലോ. ഇനി ഈ കാര്യം ഞങ്ങളെ നോക്കിക്കോളാം. എന്റെ മോള് കരയണ്ട. ഇനി അയാൾ വിളിച്ചാ പറ, പൈസ ഉടനെ കൊടുക്കാന്നു. ഇനി എത്ര നാളത്തേക്കാണാവോ ഈ ശിക്ഷ? ഇന്ന് രാത്രിയോടെ എല്ലാം തീരുമെന്ന് പറഞ്ഞാൽ കെട്ടഴിച്ചു വിടുവോ? കെട്ടഴിക്കേണ്ടി വരില്ല. കെട്ടോടെ കടലിൽ താക്കാനാ സാധ്യത. അനിയത്തിയല്ലേ? ഇത് കരീംബായിയുടെ 3ാമത്തെയും അവസാനത്തേതുമായ വിളിയാണ്. എനിക്കിപ്പോൾ വേണമെങ്കിൽ 10 ലക്ഷം ആവശ്യപ്പെടാം. കാരണം 2 തലകളാണ് ഇപ്പോൾ എന്റെ മുന്നിലുള്ളത്. ഒരിക്കലും ദുരാഗ്രഹം പാടില്ലെന്നാണ് എന്റെ ബോസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുൻപ് ആവശ്യപ്പെട്ട 5 ലക്ഷം മാത്രമേ ഇപ്പോഴും ചോദിക്കുന്നുള്ളൂ. അവസാനത്തെ രാത്രി ആയതുകൊണ്ട് ഡാഡിക്ക് സംസാരിക്കാൻ ഒരു അവസരം ഞാൻ കൊടുക്കാം. മോളോട് സംസാരിച്ചോളൂ. മോളെ, അച്ഛനോ? ബോംബെയിലെ അങ്കിളിന് കൊടുക്കാൻ വേണ്ടി രമേശനെ ഏൽപ്പിക്കാനുള്ള 5 ലക്ഷം അച്ഛന്റെ ബ്യൂറോയിലുണ്ട്. താക്കോലോ അത് ദാക്ഷായണിയുടെ നിന്ന് വാങ്ങിച്ച് നീ പണം എടുത്ത് ഈ പറയുന്ന സ്ഥലത്ത് എത്തിച്ചാ മതി. ശരി അച്ഛാ. പണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ 2 എണ്ണത്തിനെയും വീട്ടിലെത്തിച്ചിരിക്കും. സംശയ ഇനി പണം ഏത് സമയത്ത് എവിടെ എത്തിക്കണമെന്ന കാര്യം ഞാൻ പറയാം. ഒരു രക്ഷയുമില്ല. എന്ത് പറഞ്ഞിട്ടും വർഷയെ അമ്മായി സമ്മതിക്കുന്നില്ല. പണം കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുക. 5 ലക്ഷം പോയാലും വേണ്ടില്ല, അമ്മാവനെ തിരിച്ചു കിട്ടാൻ മതി. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ വേറെ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനം? നോക്ക്. എന്റെ അമ്മോ, നീ ബാങ്ക് വല്ലതും കൊള്ളയടിച്ചോ? അത് കള്ളലോട്ടടി തുടങ്ങിയോ? കള്ളലോട്ടടി? അതിന് ഞാൻ തന്നെ പോലെ ക്രിമിനൽ അല്ല. ഇതൊരു നാടകമാണ് മിസ്റ്റർ ഹരിപ്രസാദ്. ഈ നാടകത്തിന്റെ അന്ത്യത്തിൽ 3 മാംഗല്യങ്ങൾ ഇവിടെ ഒരുമിച്ച് നടക്കും. അതാണ് ജോൺ സാമുവൽ പറഞ്ഞത്. അത് ശരി. ആ കള്ളൻ അച്ചായൻ കാരണമാണ് നമ്മളിപ്പോ ഈ പുലിവാലിക്കാരെ പിടിച്ചിരിക്കുന്നത്. അമ്മാവനെ തട്ടിക്കൊണ്ടുവരണമെന്ന തലതിരിഞ്ഞ ഐഡിയ ആ മംഗല്യ സൂത്രക്കാരന്റെ അല്ലേ? മംഗല്യ സൂത്രക്കാരന്റെ തലതിരിഞ്ഞ ഐഡിയ മുഴുവൻ വിശ്വസിക്കാൻ ഞാൻ നിന്നെ പോലൊരു മരമണ്ടനല്ല. ഓ, വലിയ ബുദ്ധിമാൻ. എന്നിട്ടാണല്ലോ അയാൾ പറഞ്ഞു കേട്ട് അമ്മാവനെ തട്ടിക്കൊണ്ടുവരാൻ നീ കൂട്ടുന്നത്. നീയും കൂട്ടുന്നില്ലേ? നിന്റെ മറ്റേ അമ്മാവനും കൂട്ടുന്നില്ല. അത് ഞങ്ങളുടെ ഉണ്ണിത്താൻ ഫാമിലിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ്. അതിനൊരു തേർഡ് പാർട്ടിയായി ഔട്ട്സൈഡർ നിനക്കെന്ത് കാര്യം? തേർഡ് പാർട്ടി ആയിട്ടുള്ള ഔട്ട്സൈഡർ അതിലിടപെടും. മംഗല്യ സൂത്രക്കാരന്റെ നിർദ്ദേശപ്രകാരം കാശ് കൊടുക്കാതെ അമ്മാവന്മാരെ രക്ഷിക്കാനുള്ള ബാധ്യത ബന്ധുവാകാൻ പോകുന്ന എനിക്കും കൂടിയുണ്ട്. നീ ബന്ധുവാകാൻ പോകുന്നില്ലേ? ഞാൻ ഓൾറെഡി ബന്ധുവാ. എന്റെയും കൂടി ജോലിയാണ്. ആ ജോലിയാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വാ.
ഇത് കണ്ടോ, ഈ 2 നോട്ടുകൾ മാത്രം ഒറിജിനൽ, ബാക്കിയെല്ലാം വേസ്റ്റ് പേപ്പർ. അമ്മായിയും വർഷയും ഒറിജിനൽ 5 ലക്ഷത്തിന്റെ ബ്രീഫ് കേസ് നരിപ്പറ്റ ഗുഹയിൽ കൊണ്ടുവയ്ക്കുന്നു. അവർ പോയ ഉടനെ നമ്മൾ ഈ വ്യാജ നോട്ടുകൾ അവിടെ വെച്ചിട്ട് അവർ കൊണ്ടുവച്ച യഥാർത്ഥ നോട്ടുകൾ തിരിച്ചെടുക്കുന്നു. അങ്ങനെ ഒറിജിനലായ 5 ലക്ഷവും കൈക്കലാക്കി അമ്മാവന്മാരെയും മോചിപ്പിച്ച് വിജയികളായി നമ്മൾ വീട്ടിലെത്തുന്നു. അമ്മാവൻ നമ്മളെ കെട്ടിപ്പിടിച്ച് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു. അത് കണ്ട് മേഘ എനിക്കൊരു ഉമ്മ തരുന്നു. വർഷ നിനക്കും. മഹേഷ്, ഇവനിത് എവിടെ പോയി കിടക്ക? സമയമായല്ലോ. ഇവനിത് കൊണ്ടുവച്ചില്ലേ? എന്ത് പണിയായി കാണിച്ചത്? ഐഡിയ കേടാ എല്ലാരെ കൊണ്ടും പറ്റും. അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ബുദ്ധി വേണം. ബ്ലഡി ഫൂൾ. സമയത്തെ കുറിച്ച് എന്തെങ്കിലും ബോധം വേണം. എന്താ കാര്യം? ഇപ്പൊ മണി 10:55. 10:45 പെട്ടി അവിടെ കൊണ്ടുവയ്ക്കേണ്ടതല്ലേ? സമയത്തെ കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പഠിപ്പിക്കണ്ട. 10:25 തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പണം ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. നീ കൊണ്ടുവച്ചോ? അപ്പൊ ബ്യൂറോയിൽ ഇരുന്ന ബ്രീഫ് കേസോ? അത് വർഷം കൊണ്ടുവച്ച 5 ലക്ഷത്തിന്റെ ഒറിജിനൽ ബ്രീഫ് കേസോ? ഗുരുവായൂരപ്പ, എന്ത്? ആ ബ്രീഫ് കേസ് അവിടെ കൊണ്ടുവച്ചിട്ടാണ് ഈ ബ്രീഫ് കേസ് ഞാൻ എടുത്തു പോകുന്നത്. നശിപ്പിച്ചല്ലോ. എന്ത് മണ്ണത്താണ് നീ കാണിച്ചത്? മറക്കണ സമയത്ത് നീ കയറി വണ്ടി. പെട്ടി
പെട്ടി കാണുന്ന കൊണ്ടുപോയി എല്ലാം നശിപ്പിച്ചില്ലേ? അതല്ല മഹേഷ് പ്രശ്നം. കാശ് കിട്ടിയാലുടൻ അവരമ്മമാരെ റിലീസ് ചെയ്യും. നമ്മൾ എത്തുന്നതിന് മുമ്പെങ്ങാനും അവര് വീട്ടിലെത്തിയ പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ഭേദം. എന്ന് വേഗം ബൈക്ക് എടുക്ക്. അരിഞ്ഞുകളി നന്നതിന് ഞാൻ ബോംബെയിലെ പേര് കേട്ട ദാതാമാരെ തോക്കിന്റെ മുന്നിലല്ല, ഈ വിരൽത്തുമ്പിൽ നിർത്തിയിട്ടുള്ളവരാണ് കരീം. സംസാ അതുകൊണ്ട് തീക്കളെ എന്നോട് വിളിച്ചാലുണ്ടല്ലോ. എന്താണാവോ നടന്നത്? കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഗുഹയ്ക്കുള്ളിൽ കൃത്യസമയത്ത് 5 ലക്ഷം എത്തിക്കാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? പണം തരാതെ എന്നെ പറ്റിക്കാമെന്ന് മക്കൾക്കോ നിങ്ങൾക്കോ വല്ല വിചാരമുണ്ടെങ്കിൽ ഇന്നത്തോടെ ഞാനത് അവസാനിപ്പിക്കും. അറിയാഞ്ഞിട്ട് ചോദിക്ക, കുട്ടികള് പണം എത്തിച്ചില്ലേ? മജകൃത്യം ഹലോ അച്ഛൻ, ഞാനാ. എന്താ മോളെ ഇത്? അച്ഛൻ പറഞ്ഞൊന്നും ചെയ്തില്ലേ? ഓ അച്ഛാ, ഞാനും അമ്മയും അച്ഛൻ പറഞ്ഞ സംഖ്യ അവിടെ തന്നെ കൊണ്ടുവച്ചല്ലോ. എന്നെ കളിപ്പിക്കാമെന്ന വിചാരമാണ് മനസ്സിലെങ്കിൽ ഇവിടെ കെട്ടിയിട്ട 2 എണ്ണത്തിന് മാത്രമല്ല സകലത്തിനെയും തട്ടിക്കളയും ഞാൻ. ആരുടെ വർഷേ ഫോൺ? അയാൾ തന്നെ കരിയുമായി. നമ്മൾ കൊണ്ടുവച്ച കാശ് അയാൾക്ക് കിട്ടിയില്ല അത്ര. നമ്മുടെ പൈസ ആരെടുത്തേ? എന്നാലും ഈ പെട്ടി എവിടെയില്ല ഞാൻ അങ്ങനെ തട്ടി എടുക്കരുത്, അങ്ങനെ പാകമാവൂല. പെട്ടിക്കകത്തുണ്ടായിരുന്ന 5 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപയെ അങ്ങനെ പരിഹാരം സാധിക്കരുത് കേട്ടാ. ഈ പെട്ടിക്കകത്ത് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ പുള്ളില്ലേ ഓടിയത്? ചുമ്മാ